ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇന്ന് സൺഡേ ആണ്. ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. മെയിൻ എൻട്രൻസ് കയറി ചെല്ലുമ്പോൾ ഇതുപോലെ ടണൽ രണ്ട് സൈഡിലായിട്ടും ഉണ്ട്. പലതരത്തിലുള്ള ചെടികളും പല കളറിലുള്ള ബൊഗെയിൻ വില്ലാസൊക്കെ കൊണ്ടാണ് ഈ ടണൽ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പോയത് ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ടണലിലൂടെ നടന്നതുകൊണ്ട് ഞങ്ങൾ അത്രയ്ക്ക് അതറിഞ്ഞില്ല. ടണൽ ഇറങ്ങുന്നിടത്താണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഞങ്ങൾ 4 പേരായിരുന്നു, 400 രൂപയായി. ഇവിടെ കുട്ടികൾക്ക് ചാർജ് കുറവാണ്. ഈ ഫ്ലവർ ഷോ, ഫ്രൂട്ട് ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ എൻട്രി ഫ്രീ ആണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വേസ്റ്റ് ടു വെൽത്ത് എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ ഹാളിലേക്കായിരുന്നു. ഇവിടെ പഴയ ഇലകളും പാളകളൊക്കെ കൊണ്ട് പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ വട്ടികൾ, അതുപോലെ തന്നെ നമ്മളുടെ ചിരട്ടകൾ കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് പൂ മാത്രം വിൽക്കുന്ന സ്ഥലമാണ്. ഇതേ സംഭവമാണ് അതും. പക്ഷെ അവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ പൂവുള്ള പ്ലാന്റുകൾ കുറവാണ്. ഇവിടെ പൂ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. പൂവിന്റെ സീഡുകൾ അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ തരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഡ്രൈ ആയിട്ടുള്ള സീഡുകളാണ് തോന്നുന്നു. കണ്ടിട്ട് ഡ്രൈ സീഡ്സ്, ഡ്രൈ ആണ്. ഇതൊക്കെ ഫുഡ് ഐറ്റംസ് പോലെയാണ്. ടേസ്റ്റിങ്ങിന് വേണ്ടി ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാം. ഒരു ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പല പല സ്റ്റോളുകളിലായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് വേണ്ടുന്ന സീഡുകൾ, അതുപോലെ തന്നെ ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്ലവർ പോട്ടുകൾ, ഗാർഡനിങ് ഫോർക്കുകൾ, ഷവല്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഗാർഡനിങ്ങിന് ആവശ്യമായ സാധനങ്ങളല്ലാതെ തന്നെ ഇവിടെ ഒരുപാട് ജ്വല്ലറി ഐറ്റംസ്, ഒരുപാട് ബാഗുകൾ, ജൂട്ട് കൊണ്ടുണ്ടാക്കിയ ബാഗുകളുടെ കളക്ഷൻ, അതുപോലെ തന്നെ ഒരുപാട് തുണികളുടെ സ്റ്റോളുകൾ, പിന്നെ പല സ്റ്റേറ്റിലുള്ള പല പല വെറൈറ്റി ഫുഡുകളുടെ സ്റ്റോളുകൾ, അങ്ങനെ ഒരുപാട് സ്റ്റോൾസുകൾ ഇവിടെ വേറെയും ഉണ്ടായിരുന്നു. ഈ നടന്നു പോകുന്ന വഴിയാണ് നമുക്ക് ഗ്ലാസ് ഹൗസിലേക്ക് പോകേണ്ടത്. ഈ പോകുന്ന വഴിയുടെ ഒരു വശത്തായിട്ട് മുഴുവൻ ഒരുപാട് ചെടികളൊക്കെ ഇങ്ങനെ കാർവ് ചെയ്ത് പല പല ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഫാലൂൺ ദഫ എന്ന് പറയുന്ന ഒരു സെഷൻ്റെ മുന്നിലാണ്. ഈ ബുദ്ധ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഫാലൂൺ ദഫ. ഏത് പ്രായക്കാർക്കും ഒരേപോലെ ഇത് പരിശീലിക്കാൻ കഴിയും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആരോഗ്യം, നല്ല എനർജി, നല്ലൊരു പീസ്ഫുൾ മൈൻഡൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ഈ ഫാലൂൺ ദഫ ആക്ച്വലി ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ചൈനയിലാണ്. ഇതൊരു ട്രഡീഷണൽ ചൈനീസ് കൾച്ചറാണ്. ഇവിടെ ഒരു സ്ത്രീ ഇതിൻ്റെ മുന്നിൽ നിന്ന് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ലണ്ടൻ ക്രിസ്റ്റൽ പാലസിനെ മോഡലാക്കിക്കൊണ്ട് പണി കഴിപ്പിച്ച ഒരു ഗ്ലാസ് ഹൗസ് ഇവിടെയുണ്ട്. അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ ലാൽബാഗിൽ വന്നതിൻ്റെ അന്നായിരുന്നു ഇവിടെ ഫ്ലവർ ഷോയുടെ ലാസ്റ്റ് ഡേറ്റ്. ഈ ഗ്ലാസ് ഹൗസിനുള്ളിലാണ് അവർ ഫ്ലവർ ഷോ സെറ്റ് ചെയ്തിരുന്നത്. ഞായറാഴ്ചയും അതുപോലെ തന്നെ ഫ്ലവർ ഷോയുടെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഗ്ലാസ് ഹൗസിനകത്തേക്ക് അവർ ക്യാമറ അലൗഡ് ആയിരുന്നില്ല. ക്യാമറയോ സ്റ്റാൻഡോ അങ്ങനെയുള്ള ഒന്നും അതിനകത്തേക്ക് അലൗഡ് ആയിരുന്നില്ല. മൊബൈൽ മാത്രമാണ് അകത്തേക്ക് അനുവദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തേക്ക് പോയതോ ഷൂട്ട് ചെയ്തതോ ഒന്നുമില്ല. ഏകദേശം 240ഓളം ഏക്കറിലാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്. പഴയ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലിയാണ് ഇത് പണി കഴിപ്പിച്ചത്. എന്നാൽ ഇന്നീ കാണുന്ന രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത് ടിപ്പു സുൽത്താനാണ്. 1800-ലധികം വ്യത്യസ്തമായ മരങ്ങളും ചെടികളും ഔഷധ സസ്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്.
ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി, ചെറിയ വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലാണ്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ മൈതാനത്തിൽ തന്നെ ഒരുപാട് കച്ചവടങ്ങൾ വേറെയും ഉണ്ട്. അതായത് നമ്മളുടെ ഒരുപാട് ചാറ്റ്സുകൾ, പിന്നെ ഫ്രൂട്ടുകൾ, ഐസ്ക്രീം, ജ്യൂസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങൾ പാനിപൂരിയും കുറച്ച് ഫ്രൂട്ട് സലാഡും ഒക്കെ വാങ്ങിച്ച് ഈ മൈതാനത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ലാൽബാഗ് വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.